കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും അദ്ദേഹം പറയുമ്പോൾ തള്ളിക്കളയാൻ പറ്റില്ല എന്ന് പറയാൻ ഒരുപാട് കാരണമുണ്ട്. ഉത്തരേന്ത്യക്കാരനായ ആരിഫ് മുഹമ്മദ് ഖാൻ 2004 BSPയിൽ നിന്ന് BJPയിലേക്ക് ചേക്കേറിയ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ഒരു BJPയുടെ നേതാവാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം പിന്നീട് BJPയിൽ പ്രവർത്തിക്കാതിരുന്നിട്ടുണ്ട്. പക്ഷേ BJPയുമായിട്ട് ഏറ്റവും നല്ല അടുപ്പമുള്ള ഒരാൾ തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം മർക്കസിലെ ഇൻട്രാക്റ്റീവ് ഈവനിങ് വിത്ത് ഗവർണർ എന്ന പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞ കാര്യം എടുത്തു പറയേണ്ടതാണ്. ഇന്ത്യയിലെ ജനങ്ങൾ കേരളീയരെ കണ്ടുപഠിക്കണമെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ ഭക്ഷണ രീതിയൊന്ന്, വേഷമൊന്ന്, ഭാഷയൊന്ന്, എല്ലാവരും ഒന്ന് എന്നാണ് ഗവർണർ കേരളീയരെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിശേഷണം വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവർണർക്ക് കേരളത്തെക്കുറിച്ച് പഠിക്കാൻ കിട്ടിയ ഒരു അവസരമാണ് കേരളത്തിൻ്റെ ഗവർണർ എന്ന സ്ഥാനം. ഉത്തരേന്ത്യയിൽ കേരളത്തെക്കുറിച്ച് ഒരു വലിയ ഭീകരാന്തരീക്ഷം BJP സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്, സംഘപരിവാർ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനവും ഭീകരവാദ പ്രവർത്തനവുമാണ് നടക്കുന്നതെന്നും രാഷ്ട്രീയ കൊലപാതകങ്ങൾ BJP പ്രവർത്തകർക്ക് നേരെ മാത്രമാണ് ഉള്ളതെന്നും വലിയ രീതിയിലുള്ള പ്രചരണം ഉത്തരേന്ത്യയിൽ സംഘപരിവാർ BJP അഴിച്ചുവിട്ടിരുന്നു. സോഷ്യൽ മീഡിയകളിലൊക്കെ ഇത്തരത്തിലുള്ള വലിയ പ്രചരണം അഴിച്ചുവിടാൻ ഒരു സംഘത്തെ തന്നെ സംഘപരിവാർ നിയോഗിച്ചത് പിന്നീട് നമ്മൾ ഒരുപാട് BJPയുടെ IT സെല്ലിൽ ഉണ്ടായിരുന്ന ഒരുപാട് പേർ അതിൽ നിന്ന് വിട്ടുവന്നപ്പോൾ നമുക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലായ കാര്യമാണ്. കേരളത്തെക്കുറിച്ച് എന്നും മോശം പറയുന്ന BJPയുടെ നേതാക്കൾ കേരളത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും കേന്ദ്രം ഒരിക്കലും തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. അങ്ങനെ കേരളത്തിനെ കുറിച്ച് മോശമായ ഒരു അന്തരീക്ഷം ഉത്തരേന്ത്യയിൽ സൃഷ്ടിച്ചെടുത്തത് BJP തന്നെയാണ്. ആ BJPയുടെ ഒരു നേതാവ് കേരളത്തിലെ ഗവർണറായി മാറിയപ്പോൾ അദ്ദേഹം കേരളത്തെക്കുറിച്ച് പറയുന്നു, കേരളമാണ് ശരി, കേരളത്തിൻ്റെതാണ് ഏറ്റവും നല്ല രീതി, എല്ലാവരും കേരളത്തെ കണ്ട് പഠിക്കണമെന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത്. ചിന്തിക്കപ്പെടേണ്ട വലിയ വസ്തുത തന്നെയാണ്. ഉത്തരേന്ത്യക്കാരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വലിയ വസ്തുത തന്നെയാണ്. നമ്മളൊക്കെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കേണ്ട, മറ്റുള്ള ഭാഷകളിൽ വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടേണ്ട ഒരു വസ്തുത തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ ആ മഹാപ്രഖ്യാപനം. അദ്ദേഹം പറയുന്നുണ്ട്, കേരളത്തിന് പുറത്തുള്ള പലയിടങ്ങളിലും ഹിന്ദുവിനൊരു ഭക്ഷണം, മുസ്ലിമിനൊരു ഭക്ഷണം, ഹിന്ദുവിന് ഒരു വേഷം, മുസ്ലിമിനൊരു വേഷം, ഒരു ഭാഷ, ഓരോ ഭാഷ, അങ്ങനെ പല രീതിയിൽ മുസ്ലിമും ഹിന്ദുവും പല സംവിധാനത്തിൽ മാറി നിൽക്കുമ്പോൾ കേരളം എല്ലാ വിഷയത്തിലും ഒറ്റക്കെട്ടാണ്. ഇവിടെ വർഗീയമില്ല, ഇവിടെ മതത്തിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ നടക്കുന്നില്ല, ഇവിടെ എല്ലാ രീതിയിലും സമാധാനമാണ് കാണുന്നത് എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ BJPയുടെ ഉത്തരേന്ത്യയിൽ BJPയുടെ നേതാക്കളും സംഘപരിവാറിൻ്റെ നേതാക്കളും കേരളത്തെക്കുറിച്ച് പ്രചരിപ്പിച്ച എല്ലാ കള്ളങ്ങളും 8 നിലയിൽ പൊട്ടുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.